ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 6 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ചിന്തിക്കുന്നതിന് സമയമെടുക്കാം. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് അറിയിച്ച സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഇവിടെ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ വലിയ കഷ്ടത്തിലൂടെ കടന്നുപോയി. അങ്ങനെ കഷ്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥ എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. തിമോത്തിയോസ് അവരെ പോയി കണ്ടു. അതിനുശേഷം അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഉള്ള വസ്തുത തിമോത്തിയോസ് അത് നല്ല കാര്യമായി പൗലോസ് അപ്പോസ്തലനെ വന്ന് അറിയിക്കുന്നു. എന്ന് മാത്രവുമല്ല, പൗലോസ് അപ്പോസ്തലൻ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ എപ്രകാരം കാണാനായിട്ട് വാഞ്ചിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ ആ സഭയും പൗലോസ് അപ്പോസ്തലനെയും ഒക്കെ കൂട്ടാളികളെയും ഒക്കെ കാണുവാനായിട്ടുള്ള ആഗ്രഹം അവരുടെ ഹൃദയത്തിലുണ്ട്. അവരെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട് എന്ന് ഒരു നല്ല വാർത്തയാണ് തിമോത്തിയോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിനെ വന്ന് അറിയിക്കുന്നത്. ഇവിടെ വിശ്വാസവും സ്നേഹവും എന്ന 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസവും സ്നേഹവും അതുപോലെ പ്രത്യാശയും, അങ്ങനെ 3 കാര്യത്തെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുകയുണ്ടായി. ഇവിടെ അവരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. വിശ്വാസവും സ്നേഹവും എല്ലായ്പ്പോഴും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ലാതിരിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം വ്യാജമായിട്ടുള്ള വിശ്വാസമാണ്. കാരണം വിശ്വാസത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നാണയത്തിന്റെ 2 പുറങ്ങൾ പോലെ വേർപിരിക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിശ്വാസവും സ്നേഹവും എന്ന് പറയുന്നത്. കാരണം ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു തെളിവാണ്. അങ്ങനെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവരുടെ വിശ്വാസം വ്യാജമാണ്, കളവാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്രിസ്തീയ ബന്ധത്തെക്കുറിച്ച് സഭയ്ക്ക് ഉള്ളിലുള്ള സഹോദരന്മാർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ മറ്റ് സഭകളിലുമുള്ള ദൈവമക്കളായിരിക്കുന്ന ആളുകളോടും സഭാ ശുശ്രൂഷകന്മാരോടുമുള്ള ബന്ധം എന്ന് പറയുന്നത് അതൊരു വലിയ ആത്മബന്ധമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നല്ലൊരു വാർത്തയാണ്. വളരെ ഭയത്തോടു കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചത്. ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ, പരീക്ഷകൻ നിങ്ങളെ പരിശോധിച്ചോ, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നുവോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത്. കാരണം അത്രമേൽ കഠിന ശോധനയിലായിരുന്നു തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കഠിനമായ പരിശോധനയിലൂടെ കടന്നുപോയെങ്കിൽ പോലും അവരുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും, വിശ്വാസത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള സ്നേഹത്തിനും ഒന്നും സംഭവിച്ചില്ല. അത് സ്ഥിരമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള വിശ്വാസം എന്ന് പറയുന്നത്, എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നാം ഏത് പരീക്ഷകളിലൂടെ കടന്നുപോയാലും അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വിശ്വാസമല്ല യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെയൊക്കെ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ വളരെ വളരെ നിസ്സാരമായ, ഇവർ കടന്നുപോയതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, മറിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികൾ തമ്മിലോ
അല്ലെങ്കിൽ അവരുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ അവരെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് അനേകരും വിശ്വാസം ത്യജിച്ച് പോകുന്നതിന് കാരണമായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നാം വായിക്കുന്നതായിട്ടുള്ള ആത്മീക സത്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളോ മോഹങ്ങളോ താല്പര്യങ്ങളോ അനുസരിച്ച് അവരിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ബൈബിൾ വിരുദ്ധമായിട്ടുള്ള വിശ്വാസമാണ്. ബൈബിളിൽ നമുക്ക് കാണുന്നതായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ തോണ്ടിയാൽ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെറിയ നിസ്സാര കാര്യങ്ങൾ വരുമ്പോഴോ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരു വിശ്വാസമോ സ്നേഹമോ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം വിശ്വാസികളായിരിക്കുന്ന ആളുകൾ സഹവിശ്വാസികൾക്കായിട്ട് അവരുടെ ജീവൻ പോലും വെച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും ബൈബിളിൽ. അപ്പോൾ ജീവൻ പോലും വെച്ചു കൊടുക്കാൻ നമ്മെ തയ്യാറാക്കുന്നതായ ഒരു വിശ്വാസം, സ്നേഹം ജീവൻ വെച്ചു കൊടുക്കുവാനായിട്ട് നമ്മെ തയ്യാറാക്കുന്നതായിട്ടുള്ള സ്നേഹം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതല്ലാതെ എന്തെങ്കിലും ഒന്ന് നോക്കിയെന്നോ നോക്കിയില്ലെന്നോ, മിണ്ടിയെന്നോ മിണ്ടിയില്ലെന്നോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ലെന്നോ, അല്ലെങ്കിൽ വന്നില്ലെന്നോ പോയില്ലെന്നോ തുടങ്ങിയതായിട്ടുള്ള നിസ്സാര കാര്യങ്ങളെ പ്രതി വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യമൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളിലുമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിലുള്ള ഒരു കാര്യങ്ങളിലുമല്ല നമ്മളുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്, മറിച്ച് അത് നമ്മുടെ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ മാനസാന്തരത്തിൽ നിന്നും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നും ദൈവത്തോടുള്ള നമ്മളുടെ സമർപ്പണത്തിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. അതങ്ങനെ ചെറിയ കാറ്റും കോളും ഒന്നും വരുമ്പോൾ പോകുന്നതല്ല. നമുക്കറിയാം, 2 കെട്ടിടം പണിയുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ. മണലിന്മേൽ വീട് പണിതതായിട്ടുള്ള ഒരാളുണ്ട്, അതുപോലെ തന്നെ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതതായിട്ടുള്ള ആളുകളുമുണ്ട്. മണലിന്മേൽ വീട് പണിതതായിട്ടുള്ള ആളുകൾ അവര് വളരെ പെട്ടെന്ന് പണി തീർത്തു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഒരു തറ നിരപ്പായപ്പോഴേക്കും മണലിന്മേൽ വീട് പണിതവൻ അവരുടെ വീടിന്റെ പണി ഒരുപക്ഷെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അത്ര എളുപ്പമാണല്ലോ. പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ലാതെ ആഴെ കുഴിക്കാൻ ആവശ്യമില്ല, അടിസ്ഥാനം ഇടേണ്ട ആവശ്യമില്ല, പാറ വരെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് മണലിന്മേൽ വീട് പണിയുന്നവർ അവരുടെ പണി അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ ഉള്ളപ്പോഴും അവിടെ കർത്താവ് പറഞ്ഞ ആ ഉപമയിൽ കാറ്റടിച്ചു, തിരമാല വന്നു, അപ്പോൾ ആ വീട് നിലംപതിച്ചു എന്നാണ്. എന്നാൽ കാറ്റും തിരമാലയും ഒന്നുമില്ലാതെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അടിസ്ഥാനം അവരുടെ വിശ്വാസത്തെ അവർ പണിതുയർത്തിയത് മണലിന്മേലാണ്, അതല്ലാതെ ആഴെ കുഴിച്ച് പാറമേലല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തെസ്സലോനിക്കയിലെ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസം അത് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിട്ടൊരു വിശ്വാസമായിരുന്നു. അതങ്ങനെ നിസ്സാരമായിട്ടൊന്നും അത് തകർന്നു പോവുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 7-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു എന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും തന്റെ കൂട്ടാളികളും വളരെയേറെ കഷ്ടങ്ങളിലൂടെയാണ് ഈ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ആ കഷ്ടങ്ങളിൽ അവർക്ക് ആശ്വാസം പ്രാപിച്ചു. സാധാരണ കഷ്ടങ്ങളിൽ ആശ്വാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, കഷ്ടങ്ങൾ മാറി വരുമ്പോഴാണ് കഷ്ടങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കുന്നത്. എന്തെങ്കിലും വേദനകളോ കഷ്ടങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടായാൽ അവിടെ നമുക്ക് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് അത് നമ്മെ വിട്ടുപോകുമ്പോഴാണ്. അതല്ലാതെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആശ്വാസം പ്രാപിച്ചത് ഇവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ
തെസ്സലോനിക്കയിലെ വിശ്വാസികൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആശ്വാസം പ്രാപിച്ചു എന്നാണ്. പൗലോസ് അപ്പോസ്തലന്റെ കഷ്ടം നീങ്ങിപ്പോയത് കൊണ്ടുള്ള ആശ്വാസമല്ല, മറിച്ച് മറ്റു വിശ്വാസികൾ അവർ ആശ്വാസത്തിൽ ഇരിക്കുന്നു, അവർ സമാധാനത്തിലിരിക്കുന്നു, അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, അവർ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ കഷ്ടങ്ങളിലും പൗലോസ് അപ്പോസ്തലനെ ആശ്വസിപ്പിച്ച ആശ്വാസം എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയതായിട്ടുള്ള കഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സർവ്വസഭകളെയും കുറിച്ചുള്ള ഭാരം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. തന്റെ കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് സകല സഭകളെയും കുറിച്ചുള്ള ഒരു ഭാരം പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ സഭയിലെ സകല സഹോദരന്മാരെ കുറിച്ചുള്ളതായ ഒരു ഭാരം നമുക്ക് യഥാർത്ഥത്തിലുണ്ടോ? സർവ്വസഭകളെയും കുറിച്ചുള്ള ഭാരമില്ലെങ്കിൽ പോലും നാമുമായിട്ട് നമ്മുടെ ഒരപ്പത്തിന്റെ അംശികളായിരിക്കുന്ന നമ്മുടെ സഹവിശ്വാസികളെ കുറിച്ചും അതുപോലെ തന്നെ ഓൺലൈനിലായിട്ട് നാമുമായിട്ട് കൂട്ടായ്മയിലുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് ഉള്ളതായ ഒരു കാഴ്ചപ്പാട്, അവരെ കുറിച്ചുള്ള ആശ്വാസം, താല്പര്യം, അതൊക്കെ നമുക്കുണ്ടോ എന്ന് ഞാൻ അവരെക്കുറിച്ചുള്ള ഒരു ഭാരം, അവരുടെ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു ഭാരം നമുക്കുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ശരി, പൗലോസ് അപ്പോസ്തലന്റെ ആശ്വാസം മറ്റുള്ള സഹവിശ്വാസികളുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ സ്നേഹത്തിലും അധിഷ്ഠിതമായിരുന്നു, അല്ലാതെ സ്വന്തം കഷ്ടങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ അടിസ്ഥാനപ്പെട്ടതല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. എത്ര ഊഷ്മളമായ വൈകാരികമായ ഒരു പ്രസ്താവനയാണ് അത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എത്ര വൈകാരികമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള പ്രസ്താവനയാണത്. ഞങ്ങൾ ജീവിക്കുന്നു കാരണം നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. വിശ്വാസത്തിൽ ദൈവമക്കൾ അവരുടെ കഷ്ടങ്ങളിലും അവരെ വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിന് ആ അടിസ്ഥാനം, അല്ലെങ്കിൽ നാം സന്തോഷത്തോടെ ഇരിക്കുന്നതിന്, നാം ജീവിച്ചിരിക്കുന്നതിനൊരു അടിസ്ഥാനം അല്ലെങ്കിൽ അർത്ഥം വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സഹവിശ്വാസികൾ അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ടല്ലോ, നാം ജീവിക്കുന്നതിന് ഒരർത്ഥം വേണമെങ്കിൽ അത് നാം കർത്താവിനായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ സന്തോഷത്തിനും നമ്മളുടെ ജീവിതത്തിനും ഒരർത്ഥവും ഒരടിസ്ഥാനവും ഉണ്ടായിരിക്കണമെങ്കിൽ അത് നമ്മുടെ സഹവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്നതിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാമത്തെ അധ്യായത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഹേതുവായി എന്നും കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നു. കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ തെളിവാണ്. അതുപോലെ വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ പ്രത്യാശയുമുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. ഇന്ന് പല സഭകളിലും അങ്ങനെ വിശ്വാസികൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പലപ്പോഴും തങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നൊരു പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് അനേക സഭകളിലും വിശ്വാസികളുടെ വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിന് കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തിന് കാരണമായിരിക്കുന്നത് അതേ സഭയിലെ തന്നെ വിശ്വാസികൾ എന്ന് പേര് പറയുന്നതായിട്ടുള്ള ആളുകളാണ്. സ്നേഹമില്ലാത്തവരും മാനസാന്തരമില്ലാത്തവരും ക്ഷമിക്കാത്തവരും ജഡികന്മാരുമായിട്ടുള്ള വിശ്വാസികൾ മറ്റ് സഹവിശ്വാസികൾക്ക് ഒരു വലിയ ഇടർച്ചയായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ജഡികന്മാരായിട്ടുള്ള ആളുകൾ ഒരു സഭയിൽ വർദ്ധിച്ചു വന്നാൽ, അവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ആ സഭയെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. ജഡികന്മാർ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ വലിയ പ്രയാസമില്ല. കാരണം ഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ആത്മീയരായിട്ടുള്ള ആളുകൾ അവരുടെ സ്വാധീനം സഭയിൽ എന്നും നിലനിൽക്കുന്നതാണ്.
ശരി, 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്തോത്രം ചെയ്യാറുള്ളത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി എന്ത് കാരണമാണുള്ളത്? അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ആശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? പൗലോസ് അപ്പോസ്തലന്റെ ജീവന്റെ അടിസ്ഥാനം എന്താണ്? പൗലോസ് അപ്പോസ്തലന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം? നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി. അപ്പോൾ ദൈവസന്നിധിയിൽ പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും സ്തോത്രം ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു വിഷയം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും കിട്ടിയതായിട്ടുള്ള സൗഖ്യമോ അവർക്ക് കിട്ടിയതായ ഭൗതിക സമൃദ്ധിയോ ഒന്നുമല്ല, മറിച്ച് മറ്റ് സഹവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ നന്മയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സഹവിശ്വാസികളെ കുറിച്ചുള്ള, സഹോദരങ്ങളെ കുറിച്ചുള്ള അവരുടെ വലിയ താല്പര്യത്തെ നമുക്ക് എത്രയോ വാക്കുകളിലൂടെയാണ് പൗലോസ് അപ്പോസ്തലന്റെ ആ പേനയിൽ നിന്നും ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. എല്ലാം ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം, സഭാജീവിതം എന്ന് പറയുന്നത് നാം ഒക്കെ ചിന്തിക്കുന്നതിനും ഒരുപക്ഷെ ശീലിച്ചു വന്നതിനും ഒക്കെ അപ്പുറം അത് വളരെ ഊഷ്മളമായ നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ സഭയും സഹോദരങ്ങളും ഈ നിലയിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതും നമ്മെ പരിശോധിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദൈവത്തോടും ദൈവജനത്തോടും ഉള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. എന്നാൽ ഇന്ന് ഒറ്റയാന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് സഭകളിൽ കാണുവാനായിട്ട് കഴിയും. അവർക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല, ആരോടും വിധേയത്വമില്ല, ആർക്കും കീഴടങ്ങുകയില്ല. അവരെന്നും അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം, അവരാരെയും അംഗീകരിക്കില്ല, ഉൾക്കൊള്ളുകയില്ല. അവർ നോക്കുമ്പോൾ എല്ലാവരും കുറ്റക്കാരും അവർ മാത്രം നല്ലവരെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇന്ന് അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഇന്ന് സഭകളിൽ അധികവും. കാരണം സഭയെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമക്കളെ സ്നേഹിക്കുമ്പോൾ അതിനകത്ത് ഒരു ചെലവൊക്കെ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. അതുപോലെ തന്നെ അതിനൊത്തിരി ത്യാഗം ആവശ്യമാണ്, അതിന് സമയം ആവശ്യമാണ്, ത്യാഗം, പല നിലകളിലുള്ള ത്യാഗങ്ങൾ അതിന് ആവശ്യമാണ്. അതൊന്നും ഇല്ലാതെ ഇരിക്കും. സഭായോഗത്തിൽ പോയി സംബന്ധിച്ച് വീട്ടിൽ പോവുക, 10 മണിക്ക് തുടങ്ങി 1 മണിക്ക് സഭായോഗം തീരുന്ന ഒരു സ്ഥലത്താണെങ്കിൽ 10:10 കയറി വരികയും 12:50 പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ധാരാളം വിശ്വാസികൾ ഇന്ന് അനേക സഭകളിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവരെ വിശ്വാസികളെന്ന് വിളിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവര് വിശ്വാസത്തിന്റെ വേഷം കിട്ടിയവരെന്ന് മാത്രമേ നമുക്ക് വിളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ ദൈവസഭയും ദൈവമക്കളും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. 10-ാമത്തെ വാക്യത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന് കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായുള്ള വിശ്വാസികൾ അവര് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അവര് വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും ഇരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും പിന്നെയും പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായിട്ട് ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും രാവും പകലും എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും സ്തോത്രത്തെക്കുറിച്ചും. 2, താൻ തൻ്റെ രാവും പകലും വേല ചെയ്തു അല്ലെങ്കിൽ അധ്വാനിച്ചു. ഈ 2 കൈകളാലും രാപ്പകൽ അധ്വാനിച്ചു എന്ന് നമ്മൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലൂടെ പറയുമ്പോൾ രാപ്പകൽ ചെയ്തതായിട്ട് പറയുന്നതായിട്ടുള്ള ഈ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പ്രാർത്ഥന, സ്തോത്രം. 2, തൻ്റെ സ്വന്തം കൈകളാൽ താൻ തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി അധ്വാനിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം. ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. രാവും പകലും നാം അധ്വാനിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ രാവും പകലും ദൈവത്തോട് നന്ദി പറയുകയും അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പസ്തോലനായിരുന്നു, അനേക സഭകൾ സ്ഥാപിച്ചതായിട്ടുള്ള ആളാണ്.
അനേകം സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളതായുള്ള ആളാണ്. എന്നാൽ ഞാൻ രാവും പകലും സുവിശേഷം പ്രസംഗിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. എന്നാൽ താൻ ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഏതൊരു ആത്മീക ശുശ്രൂഷയിലുള്ള ആളുകളും അവരുടെ ആത്മീക ശുശ്രൂഷയോട് ചേർത്ത് അവരെ രാപ്പകൽ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വന്തം കൈകളാൽ അവർ തങ്ങൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും അധ്വാനിക്കുക. രണ്ട്, അവർ രാപ്പകൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടും ഒരു ശുശ്രൂഷകന്മാരുടെ ആവശ്യമാണ്, അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതും അത് ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, അത് എല്ലാ വിശ്വാസികൾക്കും, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാൻ, അവർ വിശ്വാസത്തിൽ അവർ സ്ഥിരപ്പെട്ട് നിൽക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, എങ്കിലും വിശ്വാസം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. വിശ്വാസത്തിൽ വളരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ആ വളർച്ചയിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മാത്രവുമല്ല, രണ്ടാമത് താൻ പറയുന്നത്, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. കഴിഞ്ഞ അധ്യായം പഠിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി, അവിടെ അവരെ കാണാനായിട്ടൊക്കെ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചെങ്കിലും സാത്താൻ തടഞ്ഞു. അതൊരു പക്ഷെ തന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ പോയി കാണാനായിട്ടുള്ള ഒരു താല്പര്യവും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിന് ദൈവം വഴിയൊരുക്കട്ടെ എന്ന് താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി താൻ ഒരു പക്ഷേ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ മറ്റ് സഹവിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയുള്ള സ്തോത്രവും എന്നുള്ളത് പോലെ തന്നെ അവരെ പോയി സന്ദർശിച്ച് അവരെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്നതും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ദൈവ മക്കളെ പോയി കണ്ട് അവരെ വിശ്വാസത്തിലൊക്കെ ഉറപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഭാഗികമായോ അല്ലെങ്കിൽ തീരെ നടക്കാത്തതോ ആയിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതിനേക്കാൾ പലപ്പോഴും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ സംസാരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ അവരെ വിശ്വാസത്തിൽ തളർത്തുന്നതായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അനേക അനുഭവങ്ങൾ ഇവിടെയല്ല മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾ രണ്ടുപേർ തമ്മിൽ കൂടിയാൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപക്ഷെ ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ സമയം ചെലവാക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഒരാൾക്കുണ്ടായിരുന്നതായിട്ടുള്ള ഒരു വെറുപ്പ് രണ്ടുപേരുടെ കൂടി പങ്കുവെച്ച് അത് ഇരട്ടിപ്പിച്ചവർ പോകുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും സംസാരിക്കാൻ അവസരം നൽകാതെ ഒരു ഒരു കാഷ്വലായിട്ടുള്ള ഒരു വിസിറ്റ് പോവുക, അല്പസമയം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഒരു കാപ്പിയൊക്കെ കുടിക്കുക, പോരുക, അങ്ങനെ ഒരു കേവലം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യങ്ങളൊന്നും ഇല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും സംസാരിക്കാതെ പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് അവരെ സന്ദർശിച്ചു എന്ന് വരുത്തി പോകുന്നതായിട്ടുള്ള ഒരു കപടമായിട്ടുള്ള ഒരവസ്ഥയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങനെ ആരും ഞങ്ങളെ കാണാൻ വന്നുകൊള്ളണമെന്നില്ല എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളും ഇന്ന് ധാരാളം നമ്മുടെ ചുറ്റുപാടുമുണ്ട്, വിശ്വാസ ഗോളങ്ങളിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവജനത്തിലെ പ്രമാണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളണം എന്നുള്ളതാണ്. അന്യോന്യം കാണാതെയും വിളിക്കാതെയും ഒക്കെ എങ്ങനെയാണ് പ്രബോധിപ്പിക്കുവാനായിട്ട് കഴിയുക? പ്രബോധനത്തിന് അതൊക്കെയും ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. ശരി, 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കുന്നത്, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ എങ്ങനെയാണ് സകല വിശുദ്ധന്മാരുമായി കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി നാം വെളിപ്പെടുന്നത്?
എന്നുള്ള കാര്യമാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം നിങ്ങൾ വർദ്ധിപ്പിച്ച് കവിയുമാറാക്കണം എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്. അത് സൂക്ഷിച്ച് വായിച്ചാൽ അവിടെ ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. അപ്പോൾ എല്ലാവരോടും തമ്മിലുമുള്ള ആ സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കർത്താവാണ് എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സഹവിശ്വാസികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഉളവാകുന്നതായിട്ടുള്ള ഒന്നാണ്. അതല്ലാതെ നമ്മുടെ ജഡത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പിയ ലേഖനം പഠിപ്പിച്ചപ്പോൾ നാം കണ്ടു, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിൽ സഹവിശ്വാസികളോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുന്നത് ദൈവം നമ്മിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ നമ്മിൽ നിന്ന് സ്വതവേ അതുണ്ടാകുകയില്ല. പക്ഷേ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം അനുവദിച്ച്, അതായത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി ഏകപക്ഷീയമായി വ്യവസ്ഥകളില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയും പ്രമാണവും നമുക്ക് ഉള്ളപ്പോൾ തന്നെ അത് ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നാം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി ദൈവിക പ്രവർത്തനത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവർ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അത് ഉളവാകുകയില്ല. ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് പലപ്പോഴും പലരെയും സ്നേഹിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും നമുക്ക് സ്നേഹിക്കുവാനായിട്ട് ആ സ്നേഹം നമ്മളിലേക്ക് വരുന്നില്ല. അങ്ങനെ വരാത്തതായിട്ടുള്ളൊരവസ്ഥ നമുക്ക് ഒരുപക്ഷെ പലരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ ഉളവാകുവാൻ സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവിക പ്രവർത്തനത്തിനായിട്ട് ദൈവം നമ്മിൽ ആ സ്നേഹത്തെ വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുന്നതിന് ദൈവിക പ്രവർത്തനത്തിനായിട്ട് നമ്മളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല. നമ്മളുടെ ജീവിതത്തെ നാം തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ സ്നേഹം നമ്മൾ ഉളവാകുന്നില്ല, അത് വർദ്ധിക്കുന്നില്ല, കവിയുമാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കവിയുമാറാക്കി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയെങ്കിൽ, അപ്പോൾ എങ്ങനെ കർത്താവായ യേശുക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയെങ്കിൽ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെ കർത്താവ് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് പെരുകുമാറാക്കുന്നതിലൂടെ. അതും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെ തെളിവ് എന്ന് പറയുന്നത്, നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആ ദൈവം പ്രവർത്തിച്ച് നമ്മളിലൂടെ ഉളവാക്കുന്നതായ എല്ലാവരോടുമുള്ള ആ സ്നേഹത്തിലൂടെയാണ്, ആ സ്നേഹത്തിലൂടെ മാത്രമാണ്. അതിന് നിങ്ങൾ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്നാണ് നാം വായിക്കുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അല്ലാതെ ഞായറാഴ്ച വന്ന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് പോകുന്ന, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനോടനുബന്ധിച്ചുള്ളതായ ചില ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അല്ലെങ്കിൽ ചടങ്ങുകളിലോ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ഓരോ നിമിഷവും നമ്മളിൽ ഉളവാകുന്ന, നമ്മളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്ന, നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായ, ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ പഠനത്തിലൂടെ വരുന്ന കാലങ്ങളിൽ നമുക്കും
ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമ്മളിൽ രൂപപ്പെടുവാനിടയാവട്ടെ. നമ്മുടെ പഴയ ശീലങ്ങളും നമ്മളിൽ നാം കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തെ ഒത്തിരി താളം തെറ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നമ്മളുടെ ശീലങ്ങളുടേതായിട്ടുള്ള ഒത്തിരി മട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം നാം കളഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ എന്നുള്ള നിലയിൽ, മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. സുരക്ഷിതനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.